ഹായ്, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജുകൾ, ചില പോസ്റ്റുകൾ ഇട്ടതിന് ശേഷം എനിക്ക് വന്നിരുന്നു. എല്ലാവർക്കും മറുപടി കൊടുത്തിട്ടില്ല. ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങൾക്കും വിശദമായി ഞാൻ മറുപടി പറയുന്നുണ്ട്. യൂട്യൂബിൽ നിങ്ങളിത് കാണുന്ന സമയത്ത് ആ സംശയങ്ങൾക്കും എല്ലാം ഉള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, സാർ ടീച്ചിങ് അവസാനിപ്പിച്ചോ, ഇനി എന്താണ് പരിപാടി, അതെല്ലാം ഞാൻ വിശദീകരിക്കാമെന്ന് പറഞ്ഞത്. ഐ ഹാവ് എ സോളിഡ് പ്ലാൻ. നിങ്ങളെൻ്റെ മോർണിംഗ് റൂട്ടീൻസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സത്യത്തിൽ എൻ്റെ റൂട്ടീൻസ് ഇങ്ങനെ ആയിരുന്നില്ല. ഞാൻ രാവിലെ 7 മണിക്ക് ക്ലാസ്സിൽ കയറും, വൈകുന്നേരം 9 മണി വരെയൊക്കെ നൈറ്റ് ക്ലാസ് അടക്കം ലൈവ് അടക്കം ക്ലാസ് എടുത്തിരുന്ന വർഷങ്ങളാണ് കഴിഞ്ഞു പോയത്. അപ്പോൾ അതിൽ അത്രയും സമയം പഠിപ്പിക്കാനുള്ളൊരു മോട്ടിവേഷൻ സത്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ടീച്ചിങ് നമ്മളൊരു പാഷനായിട്ടും അതുപോലെ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പം എത്ര മണിക്കൂറാണ് നമ്മൾ പഠിപ്പിച്ചത് എന്നുള്ളൊരു ഓർമ്മ സത്യത്തിൽ നമ്മളൊന്ന് വിട്ടുപോകും. പക്ഷേ മണിക്കൂർ കണക്കിന് പഠിപ്പിക്കാനുള്ള ആ ഒരു ആവേശം കഴിഞ്ഞ അക്കാദമിക് ഇയറിലും ഈ അക്കാദമിക് ഇയറിലും ആയിട്ട് നഷ്ടപ്പെട്ടു പോയോ എന്ന് ഞാൻ സ്വയം ചിന്തിച്ച്, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്, ക്ലാസ് റൂമിൽ എന്തുകൊണ്ടാണ് ആ ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നത്, 10 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ്ലി ഡെയിലി പഠിപ്പിച്ചിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ ഒരു ശീലത്തോട് എന്തുകൊണ്ടാണ് ഒരു വിരക്തി തോന്നി തുടങ്ങിയത്, ഒരു ബുദ്ധിമുട്ട് തോന്നി തുടങ്ങിയതെന്ന് ഞാൻ ചിന്തിച്ച്. അപ്പോൾ കുറേ റിയലൈസേഷൻ എനിക്ക് വന്ന് ഞാൻ കണ്ടെത്തിയ കുറേ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ പലതും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. ആ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കാരണങ്ങളെ ഏതൊക്കെ രൂപത്തിൽ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ ദിവസം. ഇത്രയും മണിക്കൂർ ക്ലാസ് എടുക്കുമ്പോൾ ആക്ച്വലി കുട്ടികളിൽ നിന്ന് ടീച്ചറിലേക്ക് പ്രവഹിക്കപ്പെടുന്ന ഒരു എനർജി ഉണ്ട്. ആ എനർജിയിലാണ് 10 മണിക്കൂറും 12 മണിക്കൂറും ഒക്കെ ഒരു ദിവസം ഒരു ടീച്ചർ സത്യത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചത്, എൻ്റെ എനർജി കുറഞ്ഞതുകൊണ്ടാണോ, അതോ ക്ലാസ്സിൽ നിന്ന് നമുക്ക് തിരിച്ചു ലഭിക്കുന്ന ഫീഡ്ബാക്കിലുള്ള പ്രശ്നം കൊണ്ടാണോ, എന്തോ ഒരു മിസ്സിങ് ലിങ്ക്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 20ാമത്തെ വയസ്സിൽ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയത്. അപ്പം ആ 20ാമത്തെ വയസ്സ് മുതൽ ഇപ്പം 10 വർഷത്തിൻ്റെ ഇടവേളയിൽ ആ 8 വർഷം ഇല്ലാതിരുന്ന ചില ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് ക്ലാസ് റൂമിൽ ഫേസ് ചെയ്ത് തുടങ്ങിയെടുത്തു നിന്നാണ് ഞാൻ കുറേ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനെല്ലാം തുടങ്ങിയത്. ഈ 10 വർഷത്തിലുടനീളവും ഞാൻ ഒരേ ക്ലാസ്സുകളിലല്ല സത്യത്തിൽ പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞില്ല, 7ാം ക്ലാസ്സിൽ നിന്നാണ് 7ാം ക്ലാസ്സുകാരെ പഠിപ്പിച്ചാൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ ഒരു 10 വർഷത്തിൽ അവസാനത്തെ 4 വർഷം കംപ്ലീറ്റ്ലി മെഡിക്കൽ എഞ്ചിനീയറിംഗ് റിപ്പീറ്റർ ക്ലാസ്സുകളിലാണ് ക്ലാസ് എടുത്തത്. ഓരോ വർഷം നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് 7th നിന്നും 8th നിന്നും 9th നിന്നും പിന്നെ കുറച്ച് വർഷം 10th ക്ലാസ് എടുത്ത്, അതിനുശേഷം കഴിഞ്ഞ ഒരു 6 വർഷത്തിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് റിപ്പീറ്റേഴ്സ് ബാച്ചിലാണ് കാര്യമായി ക്ലാസ് എടുത്തത്. പക്ഷെ ആ റിപ്പീറ്റേഴ്സ് ബാച്ചിലൊന്നും ഇല്ലാതിരുന്ന എന്തെല്ലാമോ ചില പൊരുത്തക്കേടുകൾ കഴിഞ്ഞ 2 വർഷമായിട്ട് റിപ്പീറ്റർ ബാച്ചുകളിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് ഇതിൽ ഇൻസൈറ്റുകൾ ലഭിച്ചത്, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീസെൻ്റായിട്ട് കുറച്ച് പോസ്റ്റുകൾ ഇട്ടിരുന്നു. ഇപ്പം നീറ്റിന് അവസാനം എന്നൊരു പോസ്റ്റ് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കയറിയാൽ കാണാം. ആ പോസ്റ്റിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വന്ന പേഴ്സണൽ മെസ്സേജുകൾ, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വളരെ കുറച്ച് ഫോളോവേഴ്സ് മാത്രമുള്ള, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ വളരെ കുറഞ്ഞ സമയം മാത്രം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ അതിശയോക്തി പറയുന്നതല്ല, 1000-ലധികം മെസ്സേജുകൾ ഒരുപാട് വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കുട്ടികൾ സംസാരിച്ച്. അപ്പോഴാണ് എനിക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പൊരുത്തക്കേടുകളുടെ കാരണം മനസ്സിലായത്. പല കോഴ്സുകൾക്കും കോച്ചിങ്ങുകൾക്കും കുട്ടികൾ വരുന്നത് ആക്ച്വലി അവരുടെ മാത്രം താല്പര്യത്തോടെ അല്ല. ഏതെങ്കിലും കോഴ്സ് എടുക്കണമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് പഠിക്കണമല്ലോ, ആ രൂപത്തിൽ മാത്രമുള്ള കരിയർ അവയർനെസ്സാണ് +1 +2 സത്യത്തിൽ കുട്ടികൾക്കുള്ളത്. അപ്പം അവർ ആ കോഴ്സിലേക്ക് വന്ന് എത്തിപ്പെടുന്നത് കൃത്യമായിട്ടുള്ള മുൻവിധികളോടെയാണ്. എന്നാൽ കോഴ്സ് തുടങ്ങി കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ആ റിയലൈസേഷൻ അവർക്ക് വരുവാണ്. അത് വളരെ കൂടുതലാണ് ഈ സോഷ്യൽ മീഡിയ കാലത്ത്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരുപാട് ആഡുകളും ഒരുപാട് സ്റ്റോറികളും. ഞാൻ മനസ്സിലാക്കിയത്, ഞാനിങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പറയാൻ കഴിയുന്ന 4 കാരണങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പൊരുത്തക്കേടുകളുടെ കാരണം. ഒന്നാമത്തത് ലാക്ക് ഓഫ് പ്രോപ്പർ ബേസ് എന്ന് പറഞ്ഞാൽ +1 +2 പഠിക്കുന്ന സമയത്ത് ഏതൊരു മിനിമം കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ട പ്രിപ്പറേഷനും +1 +2 പഠിക്കുന്ന സമയത്ത് കിട്ടേണ്ട ബേസിക് ആയ കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ആക്ച്വലി ആ കുട്ടി ശ്രദ്ധിക്കുന്ന പോലുമില്ല. പക്ഷെ +2 കഴിഞ്ഞ് ബോർഡ് എക്സാമിൻ്റെ റിസൾട്ട് എല്ലാം വന്നതിന് ശേഷമാണ് ഇനി എന്ത് കോഴ്സാണ് എടുക്കേണ്ടത്. അപ്പം സോഷ്യൽ മീഡിയയൊക്കെ കുറേ പരസ്യങ്ങളുണ്ട്, കുറേ ആളുകൾ കുറേ സ്റ്റോറികൾ പറയുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ കാരണം, ഓവർ മോട്ടിവേഷൻ. ആക്ച്വലി നമ്മൾ സാധാരണ പറയാറുണ്ട്, എക്സെപ്ഷൻസ് ആർ നോട്ട് എക്സാമ്പിൾസ്. ഈ മോട്ടിവേഷൻ സ്റ്റോറികളിൽ പലപ്പോഴും പറയുന്നത്
വളരെ എക്സെപ്ഷണലായ കുട്ടികളുടെ കഥകൾ മാത്രമാണ്. ജനറലി ഒരു യൂണിവേഴ്സലായ ട്രൂത്ത് പ്രചരിപ്പിക്കുന്നതിനല്ല ആക്ച്വലി നമ്മുടെ നാട്ടിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതായത് 1 മണിക്കൂർ ഒരു കോച്ചിങ് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയിൽ 1 മണിക്കൂർ സംസാരിക്കുന്നത് അവിടുത്തെ വ്യത്യസ്തങ്ങളായ കുട്ടികളുടെ വിജയ കഥകൾ മാത്രമാണ്. ആക്ച്വലി അവിടെ സംസാരിക്കേണ്ടത് ജനറലി ആ പരീക്ഷയെ എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്നും ആ ക്രാക്ക് ചെയ്യാനുള്ള ബേസിക് ക്രൈറ്റീരിയകൾ എന്തൊക്കെ ആയിരിക്കണമെന്നും ആ ക്രൈറ്റീരിയ ഉള്ള കുട്ടികളാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള മെസ്സേജ് കൊടുക്കുന്നതിന് പകരം SSLC തോറ്റ കുട്ടിയും +2 തോറ്റ കുട്ടിയും എൻട്രൻസുകൾ ക്രാക്ക് ചെയ്തതിനെക്കുറിച്ചും കോമ്പറ്റേറ്റീവ് എക്സാമിന് വിജയിച്ചതിനെക്കുറിച്ചുള്ള എക്സെപ്ഷണൽ സ്റ്റോറീസ്. എക്സെപ്ഷൻസ് ആർ ആക്ച്വലി നോട്ട് എക്സാമ്പിൾസ്. ആ റിയലൈസേഷൻ ക്ലാസ്സുകളിൽ പൊരുത്തക്കേടിൻ്റെ റിയലൈസേഷനുമായിട്ട് മാച്ച് ആവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വേറൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ലാക്ക് ഓഫ് പ്രോപ്പർ മെറ്റീരിയൽസ്. +1 +2 സയൻസ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ വൃത്തിക്കുള്ള മെറ്റീരിയൽസിനെ ഫോളോ ചെയ്താൽ മാത്രമാണ് ഈ പരീക്ഷകളിലേക്കൊക്കെ എന്ത് നോളേജാണ് +1 +2 പഠിക്കുന്നതിൻ്റെ കൂടെ ഞാൻ അക്വയർ ചെയ്യേണ്ടതെന്നുള്ള ബോധം കുട്ടിക്കുണ്ടാവും. നേരെ മറിച്ച് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നതെല്ലാം ബോർഡ് എക്സാമിലേക്ക് വേണ്ടി മാത്രമുള്ള കണ്ടൻറ്റുകൾ, പ്രൊവൈഡ് ചെയ്യപ്പെടുന്നതെല്ലാം ബോർഡ് എക്സാമിലേക്ക് വേണ്ടി മാത്രമുള്ള ലൈവ് ക്ലാസ്സുകൾ. അതായത് ആ കുട്ടീനെ ഇൻസ്റ്റൻ്റായി ബോർഡ് എക്സാമിൻ്റെ ആ ഹഡിൽ മറികടക്കുന്നതിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണ് കേരളത്തിലുള്ളത്. ഞാൻ അതിനെ മോശമായിട്ട് കാണുന്നതല്ല. ബോർഡ് എക്സാം കുട്ടീൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ നല്ല മാർക്ക് വേണം. പക്ഷെ അതിലേക്ക് മാത്രം ഓവർ ഫോക്കസ്ഡായി പോകുന്ന കുട്ടികളെ സൃഷ്ടിച്ചെടുക്കുന്നത് കൊണ്ട് പിന്നീട് ആ കുട്ടികൾ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ കോച്ചിങ് ക്ലാസ്സുകളിൽ വന്നിരുന്ന് വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്ന, അവരുടെ ജീവിതത്തിലെ വിലപ്പെട്ട വർഷങ്ങൾ എനർജറ്റിക്കായി ജീവിതത്തിലെ കരിയർ ഫോക്കസ്ഡായി സ്പെൻഡ് ചെയ്യേണ്ടുന്ന വിലപ്പെട്ട വർഷങ്ങൾ അവർ നഷ്ടമാക്കുന്നു എന്നുള്ള വേദനയാണ് ആ കുട്ടികളെല്ലാം ആ പോസ്റ്റിൻ്റെ മറുപടികളായിട്ട് എന്നോട് പങ്കുവെച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫേക്ക് ടെസ്റ്റിമോണിയൽസ്. റാങ്ക് കിട്ടി, ഞാൻ ഏറ്റവും അവസാനം 1 മാസം പഠിച്ചിട്ടാണ് എനിക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഭയങ്കര മാർക്ക് കിട്ടിയത് എന്നെല്ലാം പറയുന്ന പല കുട്ടികളുടെയും വീഡിയോകൾ. ആക്ച്വലി ആ കുട്ടി ചിലപ്പോൾ അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞിരിക്കുന്നതാവില്ല. ആ റാങ്ക് കിട്ടിയതിൻ്റെ ആത്മാർത്ഥതയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ലാസ്റ്റ് വന്ന് എന്താണോ ക്യാമറ എടുക്കുന്ന ആളും അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ബിസിനസ് സ്ട്രാറ്റജികളുമായിട്ട് ചേർന്ന് പോകുന്ന ആ ഒരു സമയത്ത് എന്താണോ വേണ്ടത് അത് ആരോ പറഞ്ഞു കൊടുത്തു, ആ കുട്ടി പറഞ്ഞു. പക്ഷേ ആ ഒരു വാചകം തലമുറകളെ സ്വാധീനിക്കാൻ പോകുന്നുണ്ടെന്നും ഈ വീഡിയോ കാണുന്ന എത്രയോ പേര് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമെന്നും ആ കുട്ടി ആലോചിക്കുന്നില്ല. അങ്ങനത്തെ ഒരുപാട് മെസ്സേജുകൾ, ഷോർട്ട് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കറങ്ങി നടപ്പുണ്ട്. 1 മാസം പഠിച്ചത് കൊണ്ട് നീറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ അവസാനത്തെ ലേറ്റ് ബാച്ചിൽ ഡിസംബറിലും ജനുവരിയിലും വന്ന് പല പേരിട്ട് നടത്തുന്ന ബാച്ചുകൾ അതിൽ അഡ്മിഷൻ എടുക്കുന്നത് കൊണ്ട് മാത്രം ചില കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ക്രാക്ക് ചെയ്യുന്നു എന്നുള്ള മെസ്സേജ് ഈ ഫേക്ക് ടെസ്റ്റിമോണിയൽസ് പ്രവഹിപ്പിക്കുന്നുണ്ട്. ആ പ്രവാഹത്തിൻ്റെ അനന്തരഫലമായിട്ട് കടന്നു വരുന്ന കുട്ടി പിന്നീട് ഈ ബാച്ചുകളിലിരുന്ന് നമ്മളെ നോക്കി ക്ലാസ് എടുക്കുന്ന സമയത്ത് വളരെ സങ്കടപ്പെട്ട് അവർക്കിത് മനസ്സിലാവുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്. അതായത് ആ ക്ലാസ്സിൻ്റെ ഓവറോൾ എനർജിയെ തന്നെ ബാധിക്കുന്ന രൂപത്തിൽ പിന്നീട് നമുക്ക് ആ 1 വർഷക്കാലം ആ കുട്ടീനെ ടോർച്ചർ ചെയ്യേണ്ടെന്ന അവസ്ഥ. സോ പ്രശ്നങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്തു, ഇനി വേണ്ടത് സൊല്യൂഷൻസ് ആണ്. വാ. അപ്പോൾ കുറേ ആളുകൾ ചോദിച്ചു ഇനി എവിടെയാണ് ജോയിൻ ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി എവിടെയും ജോയിൻ ചെയ്യല്ല. കാരണം നമ്മളിപ്പം സംസാരിച്ച വിഷയങ്ങൾ അത് അഡ്രസ്സ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളേതായ വിഷനിൽ നമ്മൾ ചലിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഈ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ആൾക്കാരെ കൂടി മീറ്റ് ചെയ്യാനുണ്ട്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. സോ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. നമ്മൾ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മളിനി ഇവിടെയാണ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബൈസർ നിങ്ങളോട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. ഇത് നമ്മൾ പല തവണകളായിട്ട് പല സമയങ്ങളിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇപ്പോൾ മിക്ക സ്റ്റുഡൻസും 12th ശേഷം ഏത് എൻട്രൻസ് എക്സാമിന് അല്ലെങ്കിൽ ഏത് കരിയർ ഫിക്സ് ചെയ്യണം എന്നുള്ളതിന് ഭയങ്കര കൺഫ്യൂഷൻസ് ഉള്ള ഒത്തിരി പേരുണ്ട്. പല ആളുകളും പോയിട്ട് ഒന്നെങ്കിൽ എൻട്രൻസ് ചൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇന്ന എക്സാംസിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് പറയുന്നതൊക്കെ ഒരു ട്രെൻഡിൻ്റെ പുറത്താണ്
പലതും കണ്ടിട്ടുള്ളത്. ആ ട്രെൻഡ് പലരും ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് ക്രിയേറ്റ് ചെയ്യുന്ന ട്രെൻഡുകളിൽ കുട്ടികളെ പോയി വീണ് കൊടുക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. ശരിക്ക് നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ക്രിയേറ്റ് ചെയ്യപ്പെട്ട ട്രെൻഡിലോ അല്ലെങ്കിൽ ആരെങ്കിലും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടോ അല്ല നിങ്ങളുടെ കരിയറോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാംസോ നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത്. ശരിക്കും നിങ്ങൾക്ക് എന്തറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടേസ്റ്റ് അറിയാൻ പറ്റണം. പക്ഷെ പലപ്പോഴും ആയിട്ട് നമ്മൾ ഇപ്പോഴത്തെ ഒരു കേരളത്തിലെ സാഹചര്യത്തിലൊക്കെ മെജോറിറ്റി കുട്ടികൾക്കും ഈ +1 +2ൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്കൂൾ കാലഘട്ടത്തിലൊക്കെ അവരെ ടേസ്റ്റ് ഏതാണ്, എനിക്ക് ഇന്ന എക്സാംസ് ആയിരിക്കും ബെറ്റർ എന്നുള്ളത് പല ആളുകൾക്കും അറിയാൻ പറ്റാറില്ല, അതിനുള്ള സാഹചര്യമില്ല. എന്നാലും എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു 12th സമയത്തും 11th സമയത്തും ഒക്കെ കുറഞ്ഞ സമയങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നേടിയെടുക്കാനായിട്ട് പറ്റും. കുറേ എക്സാംസ് ആക്ച്വലി നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റിയ എക്സാംസ് ഉണ്ട്. അതിൽ പല എക്സാംസും നിങ്ങൾക്ക് കോമ്പിനേഷൻ പോലെ ചൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്ന ട്രെൻഡ് ഒരു വിഭാഗം കുട്ടികൾ ഒരു പർട്ടിക്കുലർ എക്സാമിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യും. അതിൽ മേ ബി 1, 2, 3 ചിലപ്പോൾ അതിലധികം വർഷങ്ങൾ അതിലെടുക്കുന്നവരുണ്ട്. ശരിക്കും അവർ മനസ്സിലാക്കുന്നില്ല അവരെടുക്കുന്ന അതേ എഫേർട്ട് കൊണ്ട് ആ എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റും, അതിൻ്റെ കൂടെ സബ്ബായിട്ട് മറ്റ് എക്സാംസിനും പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം മുന്നോട്ട് പോകുന്ന സമയത്ത് മേ ബി ഭാവിയിൽ നമുക്ക് ഏതാണ് ഏറ്റവും അഡ്വാൻറ്റേജ് ഉണ്ടാകുക എന്നുള്ളത് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഒരു വിഭാഗം ആളുകൾ വളരെ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്തുകൊണ്ട് വളരെ സ്പെസിഫിക് ആയിക്കൊണ്ട് ഡ്രീം സെറ്റ് ചെയ്ത് ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കണം, ഇന്ന കോഴ്സ് എനിക്ക് കിട്ടണം എന്നുള്ള രൂപത്തിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ നല്ല ശതമാനം കുട്ടികളുണ്ട്. അവരെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. പക്ഷേ അതിലേക്ക് ഒരു മെജോറിറ്റി വിഭാഗം ആളുകൾ ഓൾറെഡി എത്തിച്ചേരുകയാണ്, വീണ് പോവുകയാണ്. ഇത് തന്നെയാണ് നേരത്തെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. കാരണം 5th ഇയർ റിപ്പീറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു 50+ മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു പോസ്റ്റ് ഇട്ടതിനെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം 5 വർഷം ഒരു പർട്ടിക്കുലർ കോഴ്സിന് വേണ്ടി കളയേണ്ടി വരുന്നത് എങ്ങനെയാണ്, ആ ഒരു സിസ്റ്റത്തിനെതിരെയാണ് ആക്ച്വലി നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അതെ, കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ കുറേ സ്റ്റുഡൻസിനോടൊക്കെ സംസാരിച്ച സമയത്ത് അവർക്ക് പല ആളുകൾക്കും പല ഓപ്പർച്യൂണിറ്റീസും അറിയില്ല. അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളതിൻ്റെ പിറകെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ ആ കൃത്യമായിട്ടുള്ള കോമ്പിനേഷൻസ് ചൂസ് ചെയ്യാത്തത് കൊണ്ട് പല ആളുകൾക്കും പ്രശ്നം പറ്റുന്നുണ്ട്. ഇപ്പം എൻ്റെ ചില ഫ്രണ്ട്സ് അടക്കം പറഞ്ഞ ചില റിവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അവർ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്, പിന്നെ അത് ഡ്രോപ്പ് ചെയ്ത് പോകുന്ന ആളുകളുണ്ട്, സ്വിച്ച് ചെയ്ത് പോകുന്ന ആളുകളുണ്ട്. അതൊക്കെ ഈ സയൻസിലെ പല എൻട്രൻസ് എക്സാമുകളും ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ അവസ്ഥയാണ്. പക്ഷെ അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല എന്ന് വെച്ചാൽ ഒരു പൊതുസമൂഹവും ആക്ച്വലി മനസ്സിലാക്കുന്നില്ല. അപ്പം ഇങ്ങനത്തെ കുറേ അധികം റിയലൈസേഷൻസ് ശരിക്കും നിങ്ങളുമായിട്ട് തുറന്ന സത്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഇതിലെടുക്കുന്നത്. അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, നമ്മളെന്താ ചെയ്യുന്നത്. യെസ്, അപ്പം നിങ്ങൾക്കില്ലാത്തത് 2 കാര്യങ്ങളാണ്. അതിലൊന്ന് ബേസിക് ഫൗണ്ടേഷൻ. ക്ലാസ് 11, 12th +1ലും +2ലും പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പലപ്പോഴായിട്ട് കിട്ടുന്നില്ല. ശരിക്ക് നിങ്ങളെ നശിപ്പിച്ചതാണ്. അതായത് നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേ ദിവസങ്ങളിൽ ലൈവും സാധനങ്ങളും തന്ന് ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ് നിങ്ങളിലേക്ക് കുത്തി നിറച്ച് നിങ്ങളുടെ ഫൗണ്ടേഷൻസ് അപ്പാടെ ഇല്ലാണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ റീസെൻ്റ് ആയിട്ട് ഈ ഗ്രാജുവേഷനൊക്കെ ജോയിൻ ചെയ്ത ചില സ്റ്റുഡൻസ് എന്നോട് സങ്കടകരമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് 12th ശേഷം മേ ബി എൻട്രൻസ് ആകാം, അല്ലെ ചിലപ്പോൾ ഏതെങ്കിലും കോഴ്സിന് എഞ്ചിനീയറിംഗിന് ചേർന്നതാകാം, മെഡിക്കലിന് ചേർന്നതാകാം. എന്നിട്ട് ഇവിടെ പ്രശ്നം എന്താ അറിയോ, ഇവർക്ക് ഈ സിലബസ് പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, അതിന് മുന്നത്തെ 2 വർഷം പഠനം എന്നുള്ള സംഗതി, ആ സ്കില്ല് ഇവർക്ക് നഷ്ടപ്പെട്ടു. കാരണം എക്സാമിൻ്റെ തലേ ദിവസങ്ങളിലുള്ള ലൈവുകളിലും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലുമായിട്ട് മുഴുകിക്കൊണ്ട് ഇതെങ്ങനെ പിന്നെ ടേക്ക് ഓവർ ചെയ്യണമെന്ന് പറ്റുന്നില്ല. അപ്പോൾ ഒന്ന് ഫൗണ്ടേഷൻ, രണ്ടാമതായിട്ട് അവയർനെസ്. ഇവിടെയാണ് നിങ്ങളെല്ലാവരും ചതിക്കുയിൽ വരുന്നത്. കാരണം ട്രെൻഡിങ് കോഴ്സുകൾ ഉണ്ടാക്കും, ആ ട്രെൻഡിങ് കോഴ്സിൻ്റെ പിന്നാലെ നിങ്ങൾ പല ആളുകളും പോകും. ശരിക്കും നിങ്ങൾക്ക് അറിയണം എന്തൊക്കെ സയൻസ് എക്സാംസ് ഉണ്ട്, ഒരു +2 കഴിഞ്ഞ കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന എക്സാമുകൾ ഏതൊക്കെയാണ്. ആ അവയർനെസ്സും നിങ്ങൾക്ക് വേണം, ആ ഫൗണ്ടേഷനും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വളരെ കൂടായിക്കൊണ്ട് ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ടോപ്പ് കോഴ്സുകളും ശരിക്കും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കൺഫ്യൂഷൻ, സിസ്റ്റത്തിനെതിരെ ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. സിസ്റ്റം ശരിയല്ല, ഇതിലൊക്കെ മാറേണ്ടതാണ്, കുറേ കാര്യങ്ങൾ മാറ്റാനുണ്ട്. പക്ഷെ ആരും പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നതാണ്. ലേണിങ്ങും അൺലേണിങ്ങും ആയിട്ട് യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോകളുണ്ട്, ഫൗണ്ടേഷൻ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. പക്ഷെ പെയ്ഡ് അല്ലാത്ത ഒരു ഫൗണ്ടേഷൻ കോഴ്സ് പോലും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ആക്ച്വലി ബോർഡ് എക്സാമിന് ലൈവുകൾ തലേ ദിവസം എനിക്ക് തോന്നുന്നൊരു 10-20 ചാനലിലെങ്കിലും കേരളത്തിൽ ഓടുന്നുണ്ട്.
തലേ ദിവസം 10-20 ചാനലുകളിലായിട്ട് ലക്ഷക്കണക്കിന് കുട്ടികൾ ലൈവ് കാണുന്നുണ്ട്. പക്ഷേ ഈ ബോർഡ് എക്സാമിൻ്റെ പെർസെൻറ്റേജിൽ കിട്ടുന്ന കൊട്ടക്കണക്കിന് മാർക്കിനപ്പുറത്ത് +1 +2 സയൻസ് പഠിച്ചൊരു കുട്ടി ആ കോഴ്സിന് ശേഷം എഴുതുന്ന ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്കും വേണ്ട ജനറൽ ഫൗണ്ടേഷൻ അതാണ് ശരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. സ്റ്റെപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. യെസ്. അപ്പോൾ അതിൽ 2 കാര്യങ്ങളാണ് ഞങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. എലവേറ്റ് ക്ലാസ് 11 ഇത് +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. അടുത്ത പ്രോഗ്രാം എലവേറ്റ് ക്ലാസ് 12 ഇത് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളാണ് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകുക. ഒന്ന് നിങ്ങളെ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ, രണ്ടാമത് നിങ്ങൾക്കുള്ള അവയർനെസ്. ഒരു +2 കഴിഞ്ഞ കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ അറിയണോ ആ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നതായിരിക്കും. സോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും നമ്മൾ ഈ വീഡിയോയിൽ ശേഷം ഈ ചാനലിൽ ഒന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത 2 കാര്യങ്ങൾ, ഒന്ന് ക്ലാസ് 11 എലവേറ്റ്, 2 ക്ലാസ് 12 എലവേറ്റ്, രണ്ടും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ഇപ്പം സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അതിൽ വന്ന് ജോയിൻ ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയ 2 വിഭാഗം ആളുകളാണുള്ളത്. ഒന്ന്, മുമ്പേ +1 +2 പഠിച്ച് റിപ്പീറ്റ് ചെയ്ത് 2-3 വർഷങ്ങൾ നഷ്ടപ്പെടുത്തി അത് ക്രാക്ക് ചെയ്യാൻ പറ്റാതിരുന്ന ആളുകൾ. വളരെ ഇൻറ്റൻസിറ്റിയോടുകൂടി എനിക്ക് മെസ്സേജ് അയച്ച ഒരുപാട് ആളുകൾ എനിക്കറിയാം. അവരുടെ സത്യത്തിൽ ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ പറഞ്ഞ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ ബേസ് ശരിയാവാത്തത് കൊണ്ട് എത്ര എഫേർട്ട് ഇട്ടിട്ടും അവർക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയാതിരുന്നതിൻ്റെ സങ്കടം അവർ വളരെ ഇൻറ്റൻസിറ്റിയോടെ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വളരെ ഫോക്കസ് ചെയ്ത് കൃത്യമായൊരു പൊസിഷൻ എടുത്ത് നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് പ്രെപ്പ് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. നമ്മൾ കൊടുക്കുന്നത് സയൻസ് പഠിച്ചിറങ്ങുന്ന കുട്ടിക്ക് ഏതൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പറ്റുമോ അതിനെല്ലാം ഉള്ള കോച്ചിങ് ട്രിക്സിലുണ്ടാവും. പക്ഷേ ആ കുട്ടിക്ക് അടിസ്ഥാനപരമായി ലഭിക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ +1 +2 നമ്മൾ ഫ്രീ ആയി ആ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യും. രണ്ടാമത്തെ വിഭാഗം ടീച്ചേഴ്സാണ്. സ്കൂൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് വളരെ വേദനയോടുകൂടി ഇപ്പോൾ എഡ്യൂക്കേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാൽ പ്രാക്ടീസുകളിൽ, എഡ്യൂക്കേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കോലാഹലങ്ങളിൽ നമുക്ക് മെസ്സേജ് അയച്ച് സങ്കടം അറിയിക്കാറുണ്ട്. കാരണം അവർ പറയുന്നത് ബോർഡ് എക്സാമിന് വേണ്ട കാര്യങ്ങൾ സ്കൂളിൽ നിന്നോ ട്യൂഷനിൽ നിന്നോ വളരെ കൃത്യമായി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടിക്കൊരു കരിയർ ഡിസിഷൻ എടുക്കാവുന്ന തരത്തിലേക്കുള്ള കോച്ചിങ് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ പല കുട്ടികൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്. എല്ലാവരും റീൽ ഉണ്ടാക്കുന്നു, നമ്മൾ റീൽ ഉണ്ടാക്കുന്നു. എല്ലാവരും ലൈവിൽ പാട്ട് പാടുന്നു, നമ്മൾ പാട്ട് പാടുന്നു. ആ ഒരു സിസ്റ്റത്തിനപ്പുറത്ത് നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ ക്ലാരിറ്റിയോടെ സ്റ്റുഡൻസിന് അവതരിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ട്രിസ്സിനെ പുതിയ ഡയമെൻഷൻസിലേക്ക് മൂവ് ചെയ്യാനിരിക്കുകയാണ്. സയൻസിലെ എല്ലാ ടെസ്റ്റ് പ്രെപ്പുകൾക്കുള്ള സൊല്യൂഷൻസ് ആയിട്ടാണ് ഞങ്ങൾ വരുന്നത്. സോ യു ഗൈസ് ഓൾ ദി ബെസ്റ്റ്.